പ്രാർത്ഥിച്ച ചിലത്, രാത്രിയിൽ ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്ന ചിലതുണ്ട്, അവരുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയിപ്പിച്ചിട്ടാണ് തമ്പുരാൻ വിട്ടത്. എല്ലാ ദിവസവും നിന്റെ വിഷയത്തിന് വേണ്ടി ജാഗരിക്കുന്ന ദൈവസഭയെ നീ മറക്കരുത്. ദൈവസഭയെ നീ ഓർക്കണം. ചെങ്ങല പൊട്ടിയെന്നും പറഞ്ഞ് തോന്നിയതുപോലെ പോകാനല്ല. ആമേൻ. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ മുമ്പിൽ ഒരു സാക്ഷിയാകണം. ഒരു സാക്ഷ്യം അനേക സാക്ഷികളെ ഉളവാക്കുന്നെന്ന്. പ്രാർത്ഥിച്ചവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത നിലവാരത്തിലെ ഒരു ദൈവിക പദ്ധതി പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തിയത്. സഭ പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ലെന്ന്. വാഗ്ദത്തമുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വാക്ക് പറഞ്ഞവൻ വാക്കിനെ ഉറപ്പിക്കാൻ ദൂതനെ ഇറക്കിയത്. അങ്ങനെയെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ല. ആമേൻ. നമ്മുടെ ഇന്നർ ചേംബർ പ്രേയറിൽ ആയിക്കോട്ടെ, നമ്മുടെ കോട്ടേജ് മീറ്റിങ്ങുകൾ ആയിക്കോട്ടെ, മറ്റ് ഫാസ്റ്റിംഗ് പ്രേയറുകളൊക്കെ ആയിക്കോട്ടെ, നാം പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ല. ചിലരുടെ പ്രതീക്ഷകളെ പൊളിച്ചുകൊണ്ട് എൻ്റെ വാഗ്ദത്തം എൻ്റെ ദൈവം പൂർത്തീകരണത്തിലേക്ക് നടത്താൻ പോവുക. എന്റെ മേലുള്ള വിളി പകുതി വഴിയിൽ വെച്ച് പേടിച്ചു പോകാനല്ല, തകർക്കുമെന്ന് പറഞ്ഞ ഹെരോദാവിന്റെ മുമ്പിൽ, യഹൂദ ജനതയുടെ മുമ്പിൽ യേശുവിനെ ഉയർത്തുവാൻ, യേശുവിനെ വെളിപ്പെടുത്തുവാൻ, വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം വെളിപ്പെടുത്താനാണ് എന്റെ ദൈവം എന്നെ വിളിച്ചതെന്ന് എത്ര ദൈവമക്കൾക്ക് അത് ഉറപ്പുണ്ട്?